വചനമൊഴി ഡിസംബർ 19. വചനഭാഗം ഗലാത്തി 3:26-29, ലൂക്കായുടെ സുവിശേഷം 1:67-79. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യോഹന്നാന്റെ പിതാവായ സക്കറിയ പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ് പ്രവചിച്ചു: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. എന്തെന്നാൽ അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് വീണ്ടെടുപ്പ് നടത്തി. തന്റെ ദാസനായ ദാവീദിന്റെ കുടുംബത്തിൽ നമുക്കായി രക്ഷയുടെ കൊമ്പുയർത്തി. അത് അവിടുന്ന് പുരാതന കാലം മുതലേ തന്റെ വിശുദ്ധരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അരുൾ ചെയ്തിരുന്ന പോലെ നമ്മുടെ ശത്രുക്കളുടെയും നമ്മെ വെറുക്കുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോടുള്ള കരുണ പ്രവർത്തിക്കാനും തന്റെ പരിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനുമാണ്. ഇതാകട്ടെ അവിടുന്ന് നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത ശപഥമനുസരിച്ച് നാം ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം വിശുദ്ധിയിലും നീതിയിലും നമ്മുടെ നാളുകളിലെല്ലാം അവന്റെ മുൻപിൽ ആരാധിക്കാൻ വേണ്ടിയത്രേ. നീയോ കുഞ്ഞെ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവന്റെ മുൻപേ പോകും. അത് അവന്റെ ജനത്തിന് പാപമോചനത്താലുള്ള രക്ഷയെക്കുറിച്ച് അറിവ് നൽകാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രമായ കരുണയാൽ ഉന്നതത്തിൽ നിന്നുള്ള ഉദയസൂര്യൻ നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും അത്രേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, സ്നാപക യോഹന്നാന്റെ പിതാവ് സക്കറിയായുടെ കീർത്തനമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത്. തനിക്ക് ദൂതന്റെ ദർശനം ലഭിച്ചതു മുതൽ ഊമനായിരുന്ന സക്കറിയ സ്നാപക യോഹന്നാന്റെ പരിച്ഛേദന ദിവസം ശിശുവിനെ പേരിട്ടതിനു ശേഷം പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന കീർത്തനമാണ് ഇത്. സക്കറിയ പ്രകീർത്തിക്കുന്നത് മിശിഹായുടെ മനുഷ്യാവതാരത്തെയാണ്. കർത്താവ് തന്റെ ജനത്തെ സന്ദർശിച്ച് വീണ്ടെടുപ്പ് നടത്തി ദാസനായ ദാവീദിന്റെ കുടുംബത്തിൽ രക്ഷയുടെ കൊമ്പുയർത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യാവതാരത്തെക്കുറിച്ചാണ്. മനുഷ്യാവതാരം വഴി നമുക്ക് കൈവന്ന മഹത്വവും കീർത്തനത്തിൽ സക്കറിയ എടുത്തു പറയുന്നു. വിശുദ്ധിയിലും നീതിയിലും നമ്മുടെ നാളുകളിലെല്ലാം കർത്താവിനെ ആരാധിക്കുവാൻ നമ്മെ യോഗ്യരാക്കുന്നു. വിശുദ്ധിയിലും നീതിയിലും നമ്മുടെ നാളുകളിലെല്ലാം കർത്താവിനെ ആരാധിക്കുക, അതായിരിക്കണം മിശിഹായോടുള്ള നമ്മുടെ പ്രതികരണം. മിശിഹായുടെ മനുഷ്യാവതാരം ആർദ്രമായ ദൈവസ്നേഹത്തിന്റെ കരുണയാൽ ഉന്നതത്തിൽ നിന്നുള്ള ഉദയസൂര്യൻ ഉദിക്കുന്നതാണ് എന്ന് തിരുവചനം പറയുന്നു. ഉദയസൂര്യനെ പോലെ ലോകത്തിന് പ്രകാശമായി അവതരിച്ച ലോകത്തിന്റെ യഥാർത്ഥ പ്രകാശമായ മിശിഹായിൽ പ്രകാശം ദർശിക്കുവാനും ആ പ്രകാശത്തിൽ വ്യാപരിക്കുവാനും ഈ ക്രിസ്തുമസ് കാലം പ്രത്യേകമായി നമ്മെ ക്ഷണിക്കുന്നു. ദൈവവചനത്തോട് പ്രത്യുത്തരിച്ച് പ്രകാശത്തിന്റെ പാതയിൽ വ്യാപരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.